ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആവുന്ന വീഡിയോ ആണ്. കാരണം ഞാൻ ഇതുപോലെ യൂട്യൂബ് ടിപ്സ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേര് കമൻസ് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ്, യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി അതിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിനൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വ്യൂസ് ഉണ്ടാവും. പക്ഷേ പിന്നീട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിനൊക്കെ വ്യൂസ് കമ്പാരിറ്റീവ്ലി കുറയുന്നെന്ന്. അപ്പോൾ ആ ഒരു കാര്യം ഒരുപാട് പേര് കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ അതിനെ പറ്റിയൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങളിൽ ആരെങ്കിലും എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മളുടെ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിടാനായിട്ട് മറക്കണ്ട. നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബ് ചാനലിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ യൂട്യൂബ് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് വീഡിയോസ് ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. അത് നമ്മളുടെ ചാനലിൽ യൂട്യൂബ് ഗൈഡ് എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങി നമ്മളുടെ ചാനലിലേക്ക് പൈസ വരുന്നത് വരെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളുടെ ചാനലിൽ കയറിയിട്ട് വീഡിയോസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ പുതിയ ഫ്രണ്ട്സ് ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ലൈക്കും കമന്റും ഷെയറും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് എന്തായാലും അധികം ലാഗ് അടുപ്പിക്കാതെ നേരെ വീഡിയോയിലേക്ക് പോവാം. ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ഉണ്ടാവുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്, ആദ്യം നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന കുറച്ച് വീഡിയോസിനൊക്കെ നല്ല വ്യൂസ് കിട്ടി വരും. അങ്ങനെ വ്യൂസ് കിട്ടുമ്പോൾ നമുക്ക് വീഡിയോ ഇടാനുള്ള ഇൻട്രസ്റ്റും കൂടും. അത് സ്വാഭാവികമായിട്ട് അങ്ങനെ തന്നെയാണ്. പക്ഷെ നമ്മൾ പിന്നീട് വീഡിയോ ഇടുന്ന സമയത്ത് കമ്പാരിറ്റീവ്ലി മുന്നേ നമുക്ക് കിട്ടിയ വ്യൂസ് പോലും കിട്ടാതാവുക, അതുപോലെ തന്നെ മുന്നേ കിട്ടിയ പോലത്തെ സപ്പോർട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാണ്ടാവുക, വ്യൂസ് ഭയങ്കരമായിട്ട് കുറയുക. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് നമ്മളുടെ വീഡിയോയുടെ പ്രശ്നമാണ്. പക്ഷേ ശരിക്കും നമ്മളുടെ വീഡിയോയുടെ പ്രശ്നമല്ല, ഇത് ശരിക്കും യൂട്യൂബിന്റെ അൽഗോരിതം നമുക്ക് മനസ്സിലാവാത്തതിന്റെ പ്രശ്നമാണ്, അല്ലാതെ നമ്മളുടെ കണ്ടന്റിന്റെ പ്രശ്നമൊന്നുമല്ല. കണ്ടന്റ് എങ്ങനെയാണ് നല്ല ക്ലിയർ ആയിട്ട് നമ്മളുടെ വീഡിയോസിന് വ്യൂസ് കിട്ടുന്ന രീതിയിൽ ചെയ്യാന്നൊക്കെയുള്ള വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് വ്യൂസ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ അൽഗോരിതം മനസ്സിലാവാതെ വീഡിയോ ഇടുന്നതിന്റെ കുഴപ്പമാണ്. അപ്പോൾ നമ്മൾ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബിന്റെ അൽഗോരിതം എങ്ങനെയാണ് വർക്ക് ചെയ്യാന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു യൂട്യൂബ് ചാനൽ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. കാരണം ഞാൻ ഇടയിൽ പറയുന്ന കാര്യങ്ങൾ വിട്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് മര്യാദക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാ ഡീറ്റെയിൽസും വിടാതെ തന്നെ കാണാം. അപ്പോൾ എൻ്റെ വീഡിയോസിന് താഴെ ഒരുപാട് പേര് കമന്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്, ആദ്യം വീഡിയോസ് ഒക്കെ ഇടുന്ന സമയത്ത് 1000, 2000, 3000 വ്യൂസ് എങ്കിലും കിട്ടിയിരുന്നു. പക്ഷെ പിന്നീട് ഇടുമ്പോൾ 50, 500 അത്രയൊക്കെ വ്യൂസ് കിട്ടുന്നുള്ളൂ എന്നുള്ളത്. അപ്പോൾ അതിന്റെ മെയിൻ കാരണം നമുക്ക് യൂട്യൂബിന്റെ അൽഗോരിതം മനസ്സിലാവാത്തത് കൊണ്ടാണ്. യൂട്യൂബിന്റെ അൽഗോരിതം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഈ അൽഗോരിതം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലായി കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തിട്ട് പിന്നീട് നമുക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യും തോറും നമുക്ക് നല്ല രീതിക്ക് വ്യൂസ് കിട്ടാനും അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ആദ്യം തന്നെ യൂട്യൂബ് അൽഗോരിതം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ചെറുതായിട്ട് സിമ്പിൾ ആയിട്ടൊന്ന് പറഞ്ഞുതരാം. യൂട്യൂബ് അൽഗോരിതം എന്ന് പറയുമ്പോൾ നിങ്ങൾ വലിയ എന്തോ സംഭവമാണെന്നൊന്നും വിചാരിക്കേണ്ട. യൂട്യൂബ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഒരു എന്റർടൈൻമെന്റ് പ്ലാറ്റ്ഫോം ആണ്. അതായത് നമ്മളുടെ ഓഡിയൻസിനെ എൻഗേജ് ചെയ്യിപ്പിക്കാൻ, അതായത് എന്റർടൈൻ ചെയ്യിപ്പിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആണ്. അപ്പോൾ ഓഡിയൻസിനെ ഹാപ്പി ആക്കി വെക്കാനായിട്ട് ഉള്ള ഒരു സിസ്റ്റം പോലെയാണ് ഈ ഒരു യൂട്യൂബ് അൽഗോരിതത്തിന് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ കാണാം. അതായത് യൂട്യൂബിലെ വീഡിയോസ് നമ്മുടെ ഓഡിയൻസ് കാണുന്നത് കുറച്ചെങ്കിലും ഒന്ന് എന്റർടൈൻ ചെയ്യാനും അതുപോലെ തന്നെ അവരുടെ ടൈം ഒന്ന് സ്പെൻഡ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനെ നല്ല രീതിക്ക് കൊണ്ടുപോകാനുള്ള ഒരു സിസ്റ്റം പോലെയാണ് ഈ അൽഗോരിതം വർക്ക് ചെയ്യുന്നത്. യൂട്യൂബിന്റെ അൽഗോരിതം എന്താണെന്നുള്ളത് എൻ്റെ മനസ്സിലുള്ള ഒരു ഐഡിയ ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അതായത് നമ്മുടെ ഓഡിയൻസിനെ ഹാപ്പി ആക്കി വെക്കുന്ന സംഭവങ്ങളാണോ നമ്മൾ യൂട്യൂബിൽ ഇടുന്നതെന്ന് ചെക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ അൽഗോരിതം, യൂട്യൂബ് അൽഗോരിതം എന്ന് പറയുന്നത്. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ ഈ യൂട്യൂബ് അൽഗോരിതം ഒരു സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ ഈ സിസ്റ്റത്തിന്റെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിൽ വരുന്ന വീഡിയോസ് ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്നുണ്ടോ, ഓഡിയൻസ് എൻഗേജ് ആവുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യലാണ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ യൂട്യൂബിന്റെ അൽഗോരിതം ചെക്ക് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ യൂട്യൂബിന്റെ അൽഗോരിതം നമ്മളൊരു വീഡിയോ യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാൽ ചെക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ്, ആരൊക്കെയാണ് നമ്മൾ ഇടുന്ന വീഡിയോസ് ക്ലിക്ക് ചെയ്യുന്നത്, അതുപോലെ തന്നെ എത്ര ടൈം ആ വീഡിയോ ആരൊക്കെ കാണുന്നുണ്ട്, എത്ര പേര് കാണുന്നുണ്ട്, അതുപോലെ തന്നെ ഓഡിയൻസിന് എൻഗേജ്മെന്റ് ഉണ്ടോ, അതായത് ലൈക്ക്, ഷെയർ, കമന്റ് ഈ വക കാര്യങ്ങളൊക്കെ ഉണ്ടോ, അതുപോലെ തന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണുന്നുണ്ടോ, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് യൂട്യൂബ് അൽഗോരിതം നമ്മൾ യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിൽ ഉണ്ടോന്ന് യൂട്യൂബ് അൽഗോരിതം ചെക്ക് ചെയ്യും. അങ്ങനെ ഉണ്ടോന്ന് നോക്കിയിട്ട് മാത്രമാണ് അടുത്ത നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഓഡിയൻസിലേക്ക് എത്തിക്കണോ വേണ്ടെന്നുള്ളത് ഈ യൂട്യൂബ് അൽഗോരിതം തീരുമാനിക്കുന്നത്. ഇനി യൂട്യൂബ് അൽഗോരിതം വർക്ക് ചെയ്യുന്ന മെയിൻ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് പറയാം. ഒന്നാമത്തെ മെയിൻ ആയിട്ടുള്ള കാര്യമാണ് CTR, അതായത് ക്ലിക്ക് ത്രൂ റേറ്റ്. CTR കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വീഡിയോയുടെ റീച്ചും കുറയും.
അപ്പോൾ CTR എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലിക്ക് ത്രൂ റേറ്റ് ആണ്. അതായത് നമ്മളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ തംബ്നെയിലും ടൈറ്റിലും കണ്ടിട്ടാണല്ലോ നമ്മൾ ആ ഒരു വീഡിയോ കാണണോ വേണ്ടെന്ന് തീരുമാനിക്കുക. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന തംബ്നെയിലും ടൈറ്റിലും നല്ലതാണെന്നുണ്ടെങ്കിൽ ഓഡിയൻസ് ആ വീഡിയോ ക്ലിക്ക് ചെയ്യും. അതായത് ആ വീഡിയോക്ക് CTR എത്ര പെർസെൻറ്റേജ് കൂടുതലുണ്ടോ എന്നുള്ളത് ഈ യൂട്യൂബ് അൽഗോരിതം ചെക്ക് ചെയ്യും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോയിൽ വന്നിട്ട് ചെക്ക് ചെയ്യാൻ പറ്റുമല്ലേ ആ വീഡിയോയുടെ അനലിറ്റിക്സ്. അപ്പോൾ അതിൽ ഒരു 100 പേര് ആ വീഡിയോ ഫീഡിൽ വന്നിട്ട് കണ്ടു. പക്ഷെ അതിലൊരു 10 പേര് ആ വീഡിയോ ക്ലിക്ക് ചെയ്ത് കണ്ടുള്ളൂ. അപ്പോൾ അതിന്റെ അർത്ഥം 10% മാത്രമേ ആ ഒരു വീഡിയോക്ക് CTR ഉള്ളൂ എന്നാണ്. അപ്പോൾ CTR കുറയും തോറും നമ്മുടെ വീഡിയോ യൂട്യൂബ് അൽഗോരിതം ഓഡിയൻസിലേക്ക് എത്തിക്കുന്നത് കുറയ്ക്കും. അപ്പോൾ CTR കൂട്ടാനായിട്ട് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നല്ല ക്യാച്ചി ആയിട്ടുള്ള ടൈറ്റിലും കൊടുക്കുക. ടൈറ്റിൽ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഓഡിയൻസിന് നല്ല ക്യൂരിയോസിറ്റി വരുന്ന ടൈറ്റിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മളുടെ വീഡിയോസ് ക്ലിക്ക് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് മെയിൻ ആയിട്ട് യൂട്യൂബ് അൽഗോരിതം ചെക്ക് ചെയ്യുന്നത് CTR. ഇനി അടുത്തത് എന്താണ് യൂട്യൂബ് അൽഗോരിതം ചെക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അടുത്ത രണ്ടാമത്തെ മെയിൻ ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് വാച്ച് ടൈം, അതായത് വാച്ച് അവേഴ്സ്. നമ്മൾ യൂട്യൂബിൽ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ യൂട്യൂബ് സ്റ്റുഡിയോയിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും എത്ര അവേഴ്സ് ആയൊരു വീഡിയോ ഓഡിയൻസ് കണ്ടു. അപ്പോൾ യൂട്യൂബിൽ ഈ വാച്ച് അവർ കുറഞ്ഞു കഴിഞ്ഞാലും യൂട്യൂബ് അൽഗോരിതം ഓഡിയൻസിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുന്നത് കമ്പാരിറ്റീവ്ലി കുറയ്ക്കും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ യൂട്യൂബ് അൽഗോരിതം ചെക്ക് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള ഫാക്ടറാണ് CTR. അപ്പോൾ CTR കിട്ടാൻ വേണ്ടി നമ്മൾ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള തംബ്നെയിലും ടൈറ്റിലൊക്കെ കൊടുത്ത് വീഡിയോ അപ്ലോഡ് ചെയ്തു. അപ്പോൾ ഈ ടൈറ്റിൽ നല്ല അട്രാക്റ്റീവ് ആയതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ തംബ്നെയിലും നല്ല ക്യാച്ചി ആൻഡ് അട്രാക്റ്റീവ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ വീഡിയോ ക്ലിക്ക് ചെയ്തു. പക്ഷേ വീഡിയോ ഭയങ്കര ഷോക്കാണെന്നുണ്ടെങ്കിൽ 5 സെക്കൻഡ് പോലും കാണാൻ നിൽക്കില്ല ഓഡിയൻസ്, അപ്പോൾ തന്നെ സ്കിപ്പ് ചെയ്യും. അപ്പോൾ ആ ഒരു വാച്ച് അവർ കുറഞ്ഞു കഴിഞ്ഞാലും യൂട്യൂബ് അൽഗോരിതം നമ്മുടെ വീഡിയോ അധികം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യില്ല. നമ്മുടെ വീഡിയോ ഒരു 50% കൂടുതൽ വാച്ച് അവറിൽ ഓഡിയൻസ് കണ്ടു കഴിഞ്ഞാൽ ആ വീഡിയോക്ക് നല്ല രീതിക്കുള്ള ഹൈപ്പും റീച്ചൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഈ വാച്ച് അവർ നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടാനായിട്ട് നമ്മൾ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നല്ല പവർഫുൾ ആയിട്ടുള്ള ഇൻട്രോ കൊടുക്കുക. അതുപോലെ തന്നെ ബോറിംഗ് ആയിട്ടുള്ള പാർട്സ് ഒക്കെ വീഡിയോയിൽ നിന്ന് കട്ട് ചെയ്ത് കളയുക. അതായത് നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് ബോറിംഗ് ആയിട്ട് നമ്മളിപ്പോൾ റിപ്പീറ്റേഷൻ ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം അതിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി മൂന്നാമത്തെ മെയിൻ ആയിട്ടുള്ള ഫാക്ടറാണ് എൻഗേജ്മെന്റ്. നമ്മൾ ഫസ്റ്റത്തെ പറഞ്ഞത് CTR, രണ്ടാമത് പറഞ്ഞത് വാച്ച് അവേഴ്സ്, മൂന്നാമത്തതാണ് എൻഗേജ്മെന്റ്. എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിൽ നമ്മളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഓഡിയൻസ് അതിൽ എത്ര രീതിക്ക് എൻഗേജ് ചെയ്യുന്നുണ്ട്, അതായത് എത്ര ലൈക്ക് ഉണ്ട്, ഷെയർ ഉണ്ട്, കമന്റ് ഉണ്ട്, ഈ കാര്യങ്ങളൊക്കെയാണ് ഓഡിയൻസ് എൻഗേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം ഒട്ടുമിക്ക യൂട്യൂബേഴ്സും ഇൻക്ലൂഡിങ് മീ ഏത് വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലും ലൈക്ക് ചെയ്യ്, കമന്റ് ചെയ്യ്, ഷെയർ ചെയ്യ്, സബ്സ്ക്രൈബ് ചെയ്യുന്നൊക്കെ പറയുന്നത് ഈ ഒരു ഓഡിയൻസ് എൻഗേജ്മെന്റ് കിട്ടാനായിട്ടാണ്. അപ്പോൾ ഓഡിയൻസ് എൻഗേജ്മെന്റ് ഉണ്ടെങ്കിലും ഈ നമ്മുടെ വീഡിയോസിന് വാച്ച് അവർ ഉണ്ടെങ്കിലും CTR ഉണ്ടെങ്കിലും മാത്രമേ നമ്മൾ പിന്നീട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോക്ക് വ്യൂസ് കിട്ടുള്ളൂ. ഇനി ഈ ഓഡിയൻസ് എൻഗേജ്മെന്റ് കൂട്ടാനായിട്ട് ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരട്ടെ. നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഓഡിയൻസിനെ എൻഗേജ് ചെയ്യിപ്പിക്കാനായിട്ട് അവരുടെ അടുത്ത് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അതുപോലെ തന്നെ നമ്മളുടെ വീഡിയോസിൽ അവർക്ക് എന്തെങ്കിലും സജഷൻസ് പറയാനുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യാൻ പറയാം. അടുത്തതായിട്ട് നമ്മൾ യൂട്യൂബിൽ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അൽഗോരിതം എങ്ങനെയാണ് വർക്ക് ചെയ്യാന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മളിപ്പോൾ യൂട്യൂബിൽ നല്ല രീതിക്ക് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ആദ്യം തന്നെ എന്താണ് സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഓഡിയൻസിലേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോ അവർ ഷെയർ ചെയ്യും. അതായത് അവരുടെ ഫീഡിലേക്ക് നമ്മളുടെ വീഡിയോ വരും. അപ്പോൾ യൂട്യൂബ് ഈ കുറച്ച് ഓഡിയൻസിലേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോ ആദ്യം തന്നെ എത്തിക്കും. എന്നിട്ട് അവർ ആ ഒരു വീഡിയോയിൽ എൻഗേജ് ആവുന്നുണ്ടോ എന്ന് നോക്കും. നമ്മൾ ഈ പറഞ്ഞ 3 കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ ഉണ്ടോ നോക്കും. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ഗുഡ് സൈൻ ആണ്. അങ്ങനെയാണെങ്കിൽ ആ വീഡിയോ യൂട്യൂബ് എന്ത് ചെയ്യും, ആ കുറച്ച് ഓഡിയൻസിൽ നിന്ന് കുറച്ചധികം ഓഡിയൻസിലേക്ക് ഷെയർ ചെയ്യും. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ യൂട്യൂബിൽ ഒരു ഉടായ്പും നടക്കൂല. നമ്മളുടെ കണ്ടന്റ് നല്ലതാണെന്നുണ്ടെങ്കിൽ മാത്രമേ യൂട്യൂബ് ഓഡിയൻസിലേക്ക് ആ ഒരു വീഡിയോ ഷെയർ ചെയ്യുള്ളൂ. ഇനി ലാസ്റ്റ് ആയിട്ട് ഒരു ബോണസ് ടിപ്പ് ഞാൻ പറയാം. ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടവർക്ക്, അതായത് ഇവിടെ വരെ കണ്ടവർക്ക് മാത്രമേ ഈ ഒരു ടിപ്പ് കിട്ടുള്ളൂ കേട്ടോ, ബോണസ് കിട്ടുള്ളൂ. അപ്പോൾ യൂട്യൂബ് അൽഗോരിതം എന്താണ്, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു. ഇനി ഈ അൽഗോരിതത്തിന് നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ടുള്ള കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ നമ്മുടെ ഓഡിയൻസിന് എന്താണ് വേണ്ടതെന്നുള്ളത് നമ്മൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളുടെ ഓഡിയൻസ് കാണുന്ന രീതിയിലുള്ള വീഡിയോസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളൊരു ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ അതിൽ കുറച്ച് വീഡിയോസ് ഇട്ടിട്ടൊന്ന് ട്രൈ ചെയ്യുക. എങ്ങനത്തെ വീഡിയോസ് ആണ് കയറുന്നത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. പിന്നെ മെയിൻ ആയിട്ട് ഒരു ബോണസ് ഞാൻ നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുക. ഇപ്പൊ എന്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ ഞാൻ UAE വന്നതിന് ശേഷം വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന്റെ ആ ഒരു
കൺസിസ്റ്റൻസി ചെറുതായിട്ടൊന്ന് താഴ്ന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പോൾ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് എനിക്ക് പണ്ടത്തെ ആ ഒരു വ്യൂസ് കിട്ടുന്നില്ല. അത് ഇനി കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു 1 മന്തെങ്കിലും വീഡിയോ അപ്ലോഡ് ചെയ്യണം. എന്നാൽ മാത്രമേ എനിക്ക് പണ്ടത്തെ ആ ഒരു വ്യൂസിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വ്യൂസ് കുറവോ കൂടുതലോ ആയിക്കോട്ടെ, പരമാവധി നിങ്ങളെക്കൊണ്ട് പറ്റുന്ന നല്ല കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വീഡിയോയിൽ നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞ CTRഉം ഓഡിയൻസ് എൻഗേജ്മെന്റും വാച്ച് ടൈം ഒക്കെ കറക്റ്റ് ആയിട്ട് ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റിക്കഴിഞ്ഞാൽ ആ യൂട്യൂബിന്റെ അൽഗോരിതം നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്നാൽ മാത്രമേ എനിക്ക് അടുത്ത വീഡിയോ ചെയ്യാനായിട്ട് ഒരു മോട്ടിവേഷൻ വരുള്ളൂ. അതുപോലെ തന്നെ യൂട്യൂബ് ചാനലുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് എന്തായാലും അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതുവരെയും ബൈ.